നമസ്കാരം. ചിത്തിര നക്ഷത്രത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഡിസംബർ 7 മുതൽ 13 വരെയുള്ള ഈയൊരാഴ്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് വരാൻ പോകുന്നതെന്നറിയാൻ റെഡിയല്ലേ? ശരി, അപ്പോൾ നമുക്കൊരുമിച്ച് ഈ യാത്രയിലേക്ക് കടക്കാം. ഈ ആഴ്ചയുടെ തുടക്കം തന്നെ എത്ര മനോഹരമായൊരു ദൈവിക സന്ദേശത്തോടെയാണെന്ന് നോക്കൂ. ചിത്തിര നക്ഷത്രത്തിന്റെ അധിപൻ ആരാണ്? വിശ്വകർമാവ്, അല്ലേ? അദ്ദേഹത്തിന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നൊരു സമയമാണിത്. ഇതിന്റെ അർത്ഥമെന്താണെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ നിർമ്മാണങ്ങൾ, പുതിയ ക്രിയേറ്റീവായിട്ടുള്ള ആശയങ്ങൾ, ഐശ്വര്യം, ഇതിനൊക്കെ വലിയ സാധ്യതകൾ തുറന്നുകിട്ടുന്നുവെന്നാണ്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ഫലങ്ങൾ നമുക്ക് ഈ 5 പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടൊന്ന് നോക്കാം. പൊതുവായ കാര്യങ്ങൾ, പിന്നെ സാമ്പത്തികം, കുടുംബം, ആരോഗ്യം, പിന്നെ തീർച്ചയായും നമുക്ക് വേണ്ട ദൈവികമായ മാർഗനിർദ്ദേശങ്ങളും. ശരി, അപ്പോ ആദ്യം തന്നെ നമുക്ക് ഈ ആഴ്ചയുടെ ഒരു പൊതുവായ ചിത്രം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വളർച്ചയുടെ സമയമാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത കിട്ടുന്ന ഒരു കാലം. ഈ ആഴ്ച നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഒന്നാമതായി, നല്ലൊരു മാനസിക ഉന്മേഷം തിരികെ വരും. ജോലിയിൽ പുരോഗതിയുണ്ടാകും, സാമ്പത്തികമായി വളർച്ച കാണുന്നുണ്ട്, ബന്ധങ്ങളിലെല്ലാം ഒരു സമാധാനം നിറയും. മൊത്തത്തിൽ ആത്മീയമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലഘട്ടം തന്നെയാണിത്. പിന്നെ ഈ ആഴ്ചയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, നിങ്ങളുടെ മനസ്സിലേക്ക് പുതിയ പുതിയ ഐഡിയകൾ വരും, പുതിയ പദ്ധതികൾ രൂപപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ചിന്തകൾക്ക് കുറച്ചധികം ശ്രദ്ധ കൊടുക്കുക. കാരണം അത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ തുടക്കങ്ങൾക്ക് കാരണമായേക്കാം. അടുത്തത്, എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യമാണ് ധനകാര്യവും ജോലിയും. ഐശ്വര്യവും പുരോഗതിയുമൊക്കെ കെട്ടിപ്പടുക്കാൻ ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് അവസരങ്ങൾ ഒരുക്കിവെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സാമ്പത്തികമായി നോക്കുമ്പോൾ ശരിക്കും നല്ല വാർത്തകളുണ്ട്. നിങ്ങൾ കുറേ നാളായിട്ട് പ്രതീക്ഷിച്ചിരുന്നൊരു പണം, അത് കയ്യിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പല കാര്യങ്ങൾക്കും ഒരു തീരുമാനമാവുന്നു. പിന്നെ ചെലവുകളൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും നിക്ഷേപങ്ങൾ നടത്താൻ ധൈര്യം വരും. പഴയ കടങ്ങളൊക്കെ വീട്ടാന് എവിടെന്നെങ്കിലും ഒരു സഹായം ലഭിക്കാനും സാധ്യതയുണ്ട്. പിന്നെ പുതിയ വീട് അല്ലെങ്കിൽ എന്തെങ്കിലും നിർമ്മാണ ജോലികളൊക്കെ തുടങ്ങാൻ പ്ലാനുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലൊരു സമയം തന്നെയാണിത്. നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധി ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ വളരെ ലളിതമായൊരു വഴിയുണ്ട്. വരുന്ന വ്യാഴാഴ്ച ദിവസം ശ്രീ മഹാലക്ഷ്മിക്ക് ഒരു നാരങ്ങാവിളക്ക് തെളിക്കുന്നത് കൂടുതൽ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. ഇനി ജോലിസ്ഥലത്തെ കാര്യങ്ങൾ. അവിടെയും നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും നല്ല അംഗീകാരം കിട്ടും. അതോടെ പഴയ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ഒരു പുതിയ ജോലിക്ക് അവസരം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ജോലി മാറാൻ ഇപ്പോഴത്ര നല്ല സമയമല്ല. കുറച്ചുകൂടി കാത്തിരിക്കുന്നത് ഗുണം ചെയ്യും. ഇനി ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യം നോക്കിയാലോ? നിങ്ങൾക്കിത് മികച്ച സമയമാണ്. കച്ചവടം മെച്ചപ്പെടും, പുതിയ കസ്റ്റമേഴ്സ് വരും. ഇതെല്ലാം നിങ്ങളുടെ ബിസിനസ് വളർച്ചയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാകും. ശരി, ഇനി നമുക്ക് നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിലേക്ക് വരാം: കുടുംബവും സ്നേഹബന്ധങ്ങളും. ഈ ആഴ്ച അവിടെയെല്ലാം ഐക്യവും സമാധാനവും സന്തോഷവും നിറയാൻ പോവാണ്. കുടുംബജീവിതത്തില് ഇതൊരു സുവർണകാലമെന്ന് തന്നെ പറയാം. വീട്ടിൽ സമാധാനവും സന്തോഷവും നിറയും. പോരാത്തതിന് ഒരു നല്ല വാർത്ത കൂടി നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തെക്കുറിച്ചുള്ള ടെൻഷനൊക്കെ കുറയും. ബന്ധങ്ങൾ കൂടുതൽ അടുപ്പമുള്ളതും ദൃഢവുമാകും. പഴയ പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അലിഞ്ഞില്ലാതാകുന്നത് കാണാം. പിന്നെ വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണിത്. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ബന്ധങ്ങളിൽ കൂടുതൽ സ്നേഹവും സമാധാനവും കൊണ്ടുവരാൻ ഇതാ ഒരെളുപ്പവഴി. നിങ്ങളുടെ വീട്ടിലെ പരദേവതയ്ക്ക് അതിരാവിലെയോ സന്ധ്യയ്ക്കോ സ്നേഹത്തോടെ ഒരു ദീപം തെളിയിക്കുന്നത്, ആ ഒരു പ്രകാശം നിങ്ങളുടെ കുടുംബത്തിൽ മുഴുവൻ നന്മയും ശാന്തിയും നിലയ്ക്കും. അടുത്തത് ആരോഗ്യകാര്യങ്ങളാണ്. ഈ ആഴ്ച വലിയ ആശങ്കകൾക്കൊന്നും സ്ഥാനമില്ല. പക്ഷേ നമ്മുടെ ശരീരത്തെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഗ്രഹനിലകൾ ചെറുതായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, പേടിക്കേണ്ട. പക്ഷെ ചിലപ്പോൾ കണ്ണിന് ചെറിയൊരു വേദനയോ അല്ലെങ്കിൽ ഒരു തലവേദനയോ കാലുകൾക്കൊരു ഭാരമോ ഒക്കെ അനുഭവപ്പെട്ടേക്കാം. ഇതൊന്നും ഓർത്ത് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഈ പറഞ്ഞ ചെറിയ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം നല്ല വിശ്രമം മാത്രമാണ്. കാരണം നിങ്ങളുടെ ഓവറോൾ ഹെൽത്ത് വളരെ മികച്ചതാണ്. അതുകൊണ്ട് അനാവശ്യമായി പേടിക്കാതെ ശരീരത്തിനാവശ്യമായ വിശ്രമം കൊടുക്കാൻ ശ്രമിക്കുക. ശരി, ഇനി നമുക്ക് ഈ ആഴ്ചയിലെ ആ ഒരു പോസിറ്റീവ് എനർജി, ആ ദൈവികമായ ഊർജം എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായി സ്വാഗതം ചെയ്യാമെന്ന് നോക്കാം.
ഈ മാർഗനിർദ്ദേശങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപ് നമുക്ക് ചിത്തിരയുടെ അധിപനായ വിശ്വകർമാവിനെക്കുറിച്ച് ഒന്നറിയാം. ആരാണദ്ദേഹം? പ്രപഞ്ചത്തിന്റെ ശില്പിയാണ്, സൃഷ്ടിയുടെയും നിർമ്മാണത്തിന്റെയും പ്രതീകമാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള അനുഗ്രഹമാണ് ഈ ആഴ്ച നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോ വിശ്വകർമ്മ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം പൂർണ്ണമായിട്ട് നേടാൻ വളരെ എളുപ്പമുള്ള 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമതായിട്ട്, എന്നും രാവിലെ ഒരു പ്രാർത്ഥനയോടെ ദിവസം തുടങ്ങാം. പിന്നെ രണ്ടാമത്, നിങ്ങൾ എന്ത് ജോലി ചെയ്യാൻ തുടങ്ങുമ്പോഴും, അത് വീട്ടുജോലിയാകട്ടെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളാകട്ടെ, തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് ആ ദേവനെ ഒന്നും മനസ്സിലോർക്കുക. അവസാനമായി, ഓം ശ്രീ വിശ്വകർമായ നമ എന്ന മന്ത്രം ഇത് ദിവസവും ഒരു 9 തവണ ജപിക്കാൻ ശ്രമിക്കാം. ഇത് നിങ്ങൾക്ക് വലിയൊരു മാനസിക ശക്തി തരുമറിയാമോ? ഏത് സാഹചര്യത്തെയും സമചിത്തതയോടെ നേരിടാനുള്ള ഒരു കഴിവും കിട്ടും. നിങ്ങളുടെ ഈ ആഴ്ച കൂടുതൽ ഭാഗ്യപൂർണമാക്കാൻ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ. സ്വർണം, ചുവപ്പ് ഈ നിറങ്ങൾ കൂടുതലായി ഉപയോഗിക്കാൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ചൊവ്വ, വ്യാഴം ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ എപ്പോഴും നിങ്ങളുടെ ഭാഗ്യദേവനായ ശ്രീ വിശ്വകർമാവിനെ മനസ്സിലോർക്കുക. ഈ ആഴ്ച നിങ്ങളെ തുണയ്ക്കുന്ന നിങ്ങൾക്കനുകൂലമായ ഭാഗ്യസംഖ്യ 3 ആണ്. ഈ സംഖ്യ ഇടയ്ക്കിടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് സൂചനയായി കണക്കാക്കാം. നമ്മുടെ ഈ വിശകലനം അവസാനിപ്പിക്കുന്നത് വളരെ ശക്തമായ ഈ ദൈവീക സന്ദേശത്തോടെയാണ്. ഓർക്കുക, നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലം കിട്ടുന്ന ഒരു സമയമാണിത്. നിങ്ങൾക്ക് മുന്നിൽ പുതിയ വഴികൾ തുറന്നുകിട്ടും. ഈശ്വരൻ നിങ്ങൾക്ക് കരുത്തും സമാധാനവും നൽകി എപ്പോഴും കൂടെയുണ്ടാകും. എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞ ഒരു ആഴ്ച ആശംസിക്കുന്നു. നമസ്കാരം.